അവർക്ക് വികസനമല്ല അവരുടെ പ്രയോറിറ്റി. അവർക്ക് രാഷ്ട്രീയവും വിവാദ രാഷ്ട്രീയവും അഴിമതിയാണ് അവരുടെ പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ വികസന കാഴ്ചപ്പാട് ഈ വികസന കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. BJP NDA സർക്കാർ വന്നാൽ ഇതെല്ലാം നടക്കും. ഇന്ന് തമിഴ്നാട്ടിന് എത്രയോ പ്രോജക്റ്റ് പോകുന്നുണ്ട്. അവർ ഇലക്ട്രോണിക്സ് ഒരു ഉദാഹരണമായിട്ട് പറയാണ്. ആപ്പിളിൻ്റെ നല്ല വലിയ ഫാക്ടറി തമിഴ്നാട്ടിൽ വരുന്നു. തമിഴ്നാട് ഇപ്പോൾ BJP സർക്കാരല്ലല്ലോ, DMK സർക്കാരല്ലേ. എന്തുകൊണ്ട് അവിടെ കടലാക്രമണത്തിൻ്റെ എതിരെ അവർക്ക് ഗ്രോയിനും ഈ സീ വാളെല്ലാം ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റൊപ്പം പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് അവരുടെ ഷെയർ കൊടുക്കാൻ കാശുണ്ട്. അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് ഈ ഒരു നാടകം ചെയ്യുന്നത് CPM-ഉം കോൺഗ്രസും. ഞാൻ മാധ്യമ സുഹൃത്തോട് എൻ്റെ ഒരു അഭ്യർത്ഥന, ഇത് കുറച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർക്ക് കവറേജ് കൊടുത്താൽ മതി. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ വെടിയാക്കുന്ന ഈ രാഷ്ട്രീയം ഇന്ന് ഈ ഇലക്ഷനിൽ ഞാൻ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തോ അല്ല, നോക്കൂ, ഞങ്ങൾ അത് നരേന്ദ്രമോദിജി വിഴിഞ്ഞം പോർട്ട് ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, വിഴിഞ്ഞം പോർട്ട് വന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ റെയിൽവേ മോഡേണൈസേഷനും നാഷണൽ ഹൈവേ ഗ്രിഡ് കൃത്യമായി മോഡേണൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ കേരളത്തിന് മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വളരെ വലിയ സാധ്യത ഉണ്ടാക്കാൻ കഴിയും. അന്ന് പറഞ്ഞത് കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. കേരളത്തിൽ മാനുഫാക്ചറിങ് വരണം, കേരളം ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറണം. അതിനെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിവും താല്പര്യവും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒപ്പം കോൺഗ്രസ് വന്നാലും CPM വന്നാലും അവർക്ക് രണ്ടുപേർക്കും, അത് കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർക്ക് വികസനമല്ല അവരുടെ പ്രയോറിറ്റി. അവർക്ക് രാഷ്ട്രീയവും വിവാദ രാഷ്ട്രീയവും അഴിമതിയാണ് അവരുടെ പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ വികസന കാഴ്ചപ്പാട് ഈ വികസന കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. BJP NDA സർക്കാർ വന്നാൽ ഇതെല്ലാം നടക്കും.